പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമാകുന്നു. പിണറായി വിജയനെതിരെ CPI മുഖപത്രമായ ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച പിണറായി വിജയന്റെ നിലപാട് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് സത്യൻ മൊകേരിയുടെ വിമർശനം. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ പിണറായി തയ്യാറായില്ലെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിക്ക് ഗുണകരമല്ലെന്നും പിണറായി വിജയന്റെ പ്രസ്താവന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ലെന്നും സത്യൻ മൊകേരി വിമർശിക്കുന്നു. എന്നാൽ CPI-യുടെ വിമർശനത്തിന് പിന്നാലെ കടുത്ത മറുപടിയുമായി മുൻ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താൽപര്യം കാണിക്കാത്ത പാർട്ടിയാണ് CPI എന്നും രാഷ്ട്രീയ മര്യാദ ലംഘിച്ചത് CPI തന്നെയാണെന്നും ശിവൻകുട്ടി തിരിച്ചടിച്ചു. ജനയുഗത്തിൽ സത്യൻ മൊകേരി എഴുതിയ ലേഖനം നിർഭാഗ്യകരമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പത്രങ്ങളിലൂടെ പറയുന്ന രീതിയാണ് CPI സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. PM ശ്രീ വിഷയത്തിലും ഇതേ രീതിയാണ് ഉണ്ടായതെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമുള്ള കാലമൊക്കെയും CPM ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവ് പദവി വിവാദം CPM-ഉം CPI-യും തമ്മിലുള്ള പുതിയ പോരിലേക്ക് നീങ്ങുകയാണ്.